നിങ്ങളുടെ അച്ഛനല്ലേ മരിച്ച്, നിങ്ങളുടെ അച്ഛനല്ലേ അങ്ങനെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ആ അച്ചപ്പ ഇല്ല, ഞങ്ങളെ നോക്കാൻ ആ അച്ചപ്പ ഇല്ല. അപ്പൊ ഇനി മുന്നോട്ട് നമുക്ക് തന്നെ ചെയ്യണം. അതുകൊണ്ട് ഇനിയിപ്പൊ നിങ്ങൾ എന്തൊക്കെ ബാങ്കില് ജോലിയാണ്, വേറെ എവിടെയെങ്കിലും ജോലിയാണ്, എത്ര ലീവ് തരും? ഐ മീൻ ഒരു കമന്റ് എന്നായിരുന്നു 41 ദിവസം വരെയെങ്കിലും നിങ്ങൾക്കൊന്ന് ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒന്നാണ് അല്ലെ, ചെറിയ പ്രായത്തിൽ തന്നെ ആ കുടുംബത്തിലെ നാഥനെ നഷ്ടപ്പെടുക എന്നുള്ളത്. പ്രത്യേകിച്ച് 2 പെൺമക്കളുള്ള ഒരു കുടുംബം കൂടി ആകുമ്പോൾ അതിന് ആഘാതം എത്രത്തോളമാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും ആ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലെ. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ, എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാത്ത അവസ്ഥ, അങ്ങനെ ആകെ ഒരു സ്റ്റക്കായിരിക്കും. അത്തരത്തിലുള്ള ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പലരും അറിഞ്ഞിട്ടുണ്ടാകും സംഭവം, ഉണ്ണിവാവ വ്ളോഗ്സ്. ഇതാണ് ഇവരുടെ ചാനലിന്റെ പേര്. അത്യാവശ്യം റീച്ചൊക്കെ ഒരു ചാനലാണ് അല്ലെ. അങ്ങനെ ഒരു ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സംഭവിക്കുന്നത് എന്ത്, ഈ ഫാമിലിയിലെ അച്ഛൻ മരണപ്പെട്ടു. അതും സാധാരണ മരണമല്ല, ആത്മഹത്യയാണ്. തിരുവോണ ദിവസത്തിലാണ് പുള്ളിക്കാരന്റെ മരണം നടക്കുന്നത്. അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് ആ ചാനലിൽ വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതിന് പിന്നാലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ ചാനൽ ഒരു പ്രൊമോഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം. ഈ പ്രൊമോഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് പിന്നാലെ ഈ ഫാമിലിക്ക് വൻ രീതിയിലുള്ള വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനത്തെ വിമർശനങ്ങളായിരിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. നാണമില്ല അച്ഛൻ മരിച്ചിട്ടും ഈ രീതിയിലുള്ള പ്രൊമോഷൻ വീഡിയോസ് ഇടാൻ എന്ന രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഇവർക്ക് നേരിട്ടുകൊണ്ടിരുന്നത്. എന്തായാലും വിമർശനങ്ങൾ വല്ലാണ്ട് അങ്ങായപ്പോൾ ഇവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഏകദേശം ഇവർ 1.5 മണിക്കൂറോളം വീഡിയോയിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അച്ഛൻ ഗൾഫിലാണ്, ഡ്രൈവർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കാണ് തിരുവോണ ദിവസം ആഘോഷം എല്ലാം കഴിഞ്ഞ് അതിന് ഫോട്ടോസ് എല്ലാം പെൺമക്കൾ അച്ഛൻ അയച്ചു കൊടുക്കുന്നത്. അതിൽ സദ്യയുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു, പൂക്കളം ഇട്ട ഫോട്ടോസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവരുടെ കോസ്റ്റ്യൂംസിന്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട അച്ഛൻ ഹാപ്പി ആയിട്ടുള്ള റെസ്പോൺസും തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി മക്കളെ, അച്ഛന് സന്തോഷമായി എന്നുള്ള രീതി. ഈ റെസ്പോൺസ് എല്ലാം നൽകിയതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം പുള്ളിക്കാരൻ കയറി തൂങ്ങുന്നത്. അത് ശരിക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരുപാട് ആത്മഹത്യകൾ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് ഇവര് ഫാമിലിക്കൊപ്പം കളിച്ച് ചിരിച്ച് നടന്നിട്ടുണ്ടാകും. എന്നിട്ടായിരിക്കും നേരെ പോയി തൂങ്ങിയിട്ടുണ്ടാവാം. ചില മനുഷ്യർ അങ്ങനെയാണ്, പുറമേ കളിച്ച് ചിരിച്ച് നടക്കുന്നെന്ന് കരുതി അവർ ഹാപ്പി ആണെന്ന് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാനൊക്കത്തില്ല. ചിലപ്പോൾ ഉള്ളിൽ ഒരുപാട് നീറുന്ന സങ്കടങ്ങൾ അവർക്ക് ഉണ്ടാകും. എന്നിരുന്നാലും ഇതിന് പിന്നാലെ അമ്മ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് തരാമെന്ന് കണ്ടോക്കാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെക്കാളും ഞങ്ങൾക്ക് ഷോക്കാണ്. ഒരു ഫാമിലിയിൽ ഒരു മരിക്കണമെങ്കിൽ, ഒരാളൊരു ജീവൻ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? അത്രയ്ക്ക് ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങളുടെ ഫാമിലിയിൽ ഇല്ല. ഉള്ളൊരു സമയം കൊണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ വന്ന ഒരാളാണ് ഞാൻ. 18 വയസ്സിൽ ഇവിടെ വന്നത്. ആ സമയം തൊട്ട് ഞാൻ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം എന്റെ നാട്ടുകാർക്ക് ഒരുപാട് പേർക്ക് അറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചു. എന്റെ അടുത്ത് പലരും ചോദിക്കും, നീ എങ്ങനെ അവിടെ പിടിച്ചു നിന്നേന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. എന്റെ ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്ത് പഠിച്ച ഒരാളാണ് ഞാൻ. ഒരുപാട് എന്നെ എപ്പോഴും പറയും, എന്റെ ജീവിതം ഒരു സിനിമയ്ക്കുള്ള ജീവിതമുണ്ട്. കാരണം ആ ഒരു പ്രായത്തിലും ഞാൻ ഒരുപാട് സഹിച്ചിട്ട് ഒരാളോട് പോലും ഞാൻ എന്റെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. എന്റെ ഏട്ടനും അമ്മയും അച്ഛനും എല്ലാവരും വിങ്ങും എപ്പോഴും. കാരണം ആ ഒരു പ്രായത്തിലും നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ ഞാൻ ഒരാളിനെ അറിയിക്കാണ്ട്, ഞാന് ഒരാളോട് പരാതി പറയാണ്ട് മുന്നോട്ട് വന്നു. ഓക്കെ, അപ്പൊ തനിക്ക് തന്നെ ഭർത്തൃ വീട്ടിൽ നിന്നും തനിക്ക് ഒരുപാട് ഡൊമസ്റ്റിക് അബ്യൂസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അമ്മ പറഞ്ഞു വെക്കുന്നത് അല്ലെ. എന്നിട്ടും താൻ ഭർത്താവിന് കൂടെ നിന്നു എന്നുള്ളതാണ്. എന്റെ അഭിപ്രായത്തിൽ ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു ഭാര്യയാണ് എങ്കിൽ ഈ അവസരത്തിൽ ഇത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ പറയേണ്ട സംഗതികളായിരുന്നു. ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നിങ്ങളിപ്പോ ഇങ്ങനെ പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ആൾ ഓൾറെഡി മരിച്ചുപോയി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്താ തോന്നുക, ഇങ്ങനത്തെ ഒരു ഭർത്താവായിരുന്നു അല്ലേ, മരിച്ചത് നന്നായി എന്നുള്ളതാണ്. കുറച്ച് പേരെങ്കിലും അങ്ങനെ ചിന്തിക്കും. അത് ഭർത്താവിനെ കുറിച്ചൊരു നെഗറ്റീവ് ഇമേജ് നിങ്ങൾ ഇൻഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കുന്ന പോലെ ആയിപ്പോയി. ഇനിയിപ്പോ അതല്ല, ഭർത്താവ് തന്നോട് ചെയ്ത ക്രൂരതകൾ പുറത്തറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയല്ല എങ്കിൽ ഒരു പക്ഷേ ഇത് പറയാൻ പാടില്ലാത്ത സംഗതി തന്നെയായിരുന്നു. ചിലപ്പം ഭാര്യയുടെ മോശം സ്വഭാവം കൊണ്ടാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളൊരു വിമർശനം ഇവർ നേരിട്ടിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പറഞ്ഞത്. എങ്കിൽ കൂടി എനിക്കെന്തോ അതിനോട് അങ്ങ് യോജിക്കാൻ പറ്റാത്ത പോലെ. എന്തായാലും തുടർന്ന് ഇവർ ചില വിമർശനങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടി ഒന്ന് കണ്ടോക്കാം. പിന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഞാൻ പറയാം. ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാ വെച്ചാൽ, ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഇതിലേക്ക് 1-2 കമന്റുകൾ കണ്ടു. യൂട്യൂബ് ചെയ്യുന്നത് ഇഷ്ടമില്ല എന്നിട്ട് ആള് ഇങ്ങനെ ചെയ്തതായിരിക്കുന്നു. വെറുതെ ഒരാൾ അങ്ങനെ നിൽക്കുമ്പോള് വെറുതെ അങ്ങനെ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ തോന്നുന്ന കമന്റ് പറയല്ലേ. യൂട്യൂബ് ചെയ്യുന്നത് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക? ഞങ്ങൾ ഏട്ടന്റെ അത്രയും
ഏട്ടൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ പാപ്പ ഞങ്ങളെ വിളിച്ച് ചീത്ത പറയും. ഞാനൊരു സബ്സ്ക്രൈബർ ആണ്, നിങ്ങൾ എന്താണ് വീഡിയോ ഇടാത്ത, ഞാൻ ജോലിക്ക് പോയില്ല പറയും. പിന്നെ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഒക്കെ ആൾ അപ്പത്തിനെടുത്ത് ഇല്ലാന്നല്ല, നിങ്ങൾ നിങ്ങളുടെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യും. കാരണം പപ്പയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ നമ്മളുടെ ഓരോ വീഡിയോ കാണുമ്പോൾ പപ്പയ്ക്ക് ഒരു ആശ്വാസമാണ്, ഇത്രയും ദിവസം എന്ത് ചെയ്തു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ ജോലി ചെയ്യും. പിന്നെ അവര് നമ്മളിടുന്ന വീഡിയോസ് എല്ലാം ആൾ അപ്പത്തിന് ഫേസ്ബുക്കിൽ എടുത്തിടും. കാരണം ആൾക്ക് അതൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ കിട്ടിയ പൈസ തോന്നി. ഇതിനു മുൻപൊക്കെ കമന്റ് നമ്മൾ കാണാറുണ്ട്, അച്ഛൻ ഗൾഫ് പോയിട്ട് കഷ്ടപ്പെടുന്ന പൈസ അമ്മയും മക്കളും ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുന്നു. ഒരിക്കലും അല്ല. ഏട്ടൻ എനിക്ക് അയച്ചു തരുന്നത് 25,000 രൂപയാണ്. കാരണം അത് എന്റെ പാസ്ബുക്കിൽ എങ്ങനെ നോക്കിയാലും സ്റ്റേറ്റ്മെന്റ് എടുത്ത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ 1-2 നെഗറ്റീവ് കമന്റ്സുള്ള മറുപടിയാണ് അവർ നൽകിയത് അല്ലേ? അതായത് മക്കൾ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് കണ്ട് മനന്നൊന്താണ് അച്ഛൻ ആത്മഹത്യ ചെയ്തത് എന്നും, അച്ഛൻ ഗൾഫിൽ നിന്ന് അയക്കുന്ന പണം അമ്മയും മക്കളും കൂടി ദൂർത്തടിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ള മറുപടിയാണ് ഇവർ കൃത്യമായിട്ട് നൽകിയത്. പിന്നെ ഇങ്ങനെയൊക്കെ മറുപടി കൊടുക്കാൻ നിന്നാണെങ്കിൽ അതിനെ സമയം കാണത്തുള്ളൂ. നമ്മൾ യൂട്യൂബിൽ ഒരു കണ്ടന്റ് ഇടുമ്പോൾ, പ്രത്യേകിച്ച് ഫാമിലി വ്ലോഗ് റിലേറ്റഡ് കണ്ടന്റ് ഇടുന്ന സമയത്ത് വിമർശനങ്ങൾ സ്വാഭാവികമാണ്, നെഗറ്റീവ് കമന്റ്സ് സ്വാഭാവികമാണ്. അതിന് ആ രീതിയിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതല്ലാണ്ട് തൊട്ടേനും പിടിച്ചതിനൊക്കെ ചെവി കൊടുക്കുക എന്നാണെങ്കിൽ അതിനെ സമയം കാണത്തുള്ളൂ. പിന്നെ ഇവിടെ അമ്മ അച്ഛനും എല്ലാ മാസവും അയച്ചു തരുന്ന പണത്തിന്റെ കണക്ക് പറയുന്നുണ്ട് അല്ലേ? 25,000 രൂപയാണ് എല്ലാ മാസവും അയച്ചു തരാറ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇവരുടെ ചെലവുകൾ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും അധികം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് ഓരോ മാസത്തെ അടവും ലോണും ഫീയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു തുക അത്യാവശ്യം തന്നെയാണ്. അതൊരിക്കലും ഈ അച്ഛൻ അയച്ചു തരുന്ന 25,000 രൂപ കൊണ്ട് തികയാറില്ലായിരുന്നു എന്നുള്ളതാണ്. അവിടെ അമ്മ ഇതെല്ലാം കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വ്ലോഗിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവർക്ക് വലിയൊരു അസറ്റ് ആയിരുന്നു വ്ലോഗിംഗ് എന്നുള്ളതാണ്. എന്നിരുന്നാലും അച്ഛന്റെ മരണശേഷമാണ് ഇവർക്ക് അച്ഛൻ എത്രത്തോളം സാലറി കിട്ടിയിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നത്. ഏകദേശം പുള്ളിക്കാരൻ 75,000 രൂപ സാലറി ഉണ്ടായിരുന്നു പോലും. ആ 75,000-ൽ നിന്നാണ് 25,000 രൂപ ഫാമിലിക്ക് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ബാക്കി 50,000 രൂപ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടാകും അല്ലെ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാസം എന്തായാലും 50,000 രൂപയൊന്നും ചെലവ് വരില്ലല്ലോ. അപ്പൊ വലിയൊരു തുക പുള്ളിക്കാരൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് എന്നർത്ഥം. ഇനി അങ്ങനെയുള്ള പണം എവിടെയെങ്കിലും നിക്ഷേപിച്ച് അത് കാരണം വല്ല നഷ്ടങ്ങളും ഉണ്ടായി ആത്മഹത്യ ചെയ്തതാണോ? അറിയില്ല കേട്ടോ. കാരണം ഫാമിലിയിൽ പ്രശ്നമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാൾക്ക് ഉണ്ടാകാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. എന്നിരുന്നാലും ഇതിനെല്ലാം ശേഷം പുള്ളിക്കാരൻ മുമ്പും ഒരു വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അമ്മ പുറം ലോകത്തോട് വെളിപ്പെടുത്തുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ മുമ്പ് പുള്ളിക്കാരന് ഗൾഫിൽ നിന്ന് ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നാട്ടിൽ വന്നിട്ടായിരുന്നു ഈ സംഭവം. നമ്മൾ എന്തായാലും അതിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോക്കാം. ജോലി പോയപ്പോ ആൾക്ക് അത് ഒരു അഭിമാനക്കേടല്ലേ? നാട്ടിലൊന്നും ആരോടും പറയാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് എന്റെ ചേച്ചിയുടെ മുകളിൽ കല്യാണം ഉണ്ടായിരുന്നത് ചെന്നൈയില്. അപ്പൊ ഞങ്ങള് ഏട്ടൻ ഖത്തറിലിരിക്കുന്ന സമയത്ത് ഞാൻ പറയും, ഏട്ടൻ താറാവ് കറിയൊക്കെ വെച്ച് ഇങ്ങനെ കഴിക്കും. അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ എല്ലാം ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഏട്ടനോട് ഒരു നാട്ടിൽ വന്ന എനിക്ക് വെച്ച് തരണം എന്ന് പറയൂ കേട്ടോ. അപ്പൊ ഏട്ടൻ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് ചേച്ചിയുടെ മുകളിൽ കല്യാണം കഴിഞ്ഞ് വന്ന് രാവിലെയാണ് ഞങ്ങളൊക്കെ വന്ന് ക്ഷീണത്തിൽ കിടന്നു. ഏട്ടൻ പോയി താറാവിന്റെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ആള് വെച്ച് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി തന്നു. എന്നിട്ട് ആളിൽ മുകളിൽ പോയിരുന്നു. ഞങ്ങളൊരു 9-10 മണിക്ക് ഞങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ വീണ്ടും കിടന്നു. എനിക്ക് എന്റെ തലവേദന വയ്യായിരുന്നു. അപ്പൊ ഏട്ടനോട് കഴിക്കില്ലേ ചോദിച്ചപ്പോ എനിക്ക് വിശക്കണില്ല, പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. എന്നിട്ട് ആള് മുകളിലേക്കിനെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു 12:30 ആയപ്പോ ഏട്ടൻ ഇറങ്ങി വന്നു. അപ്പൊ ഞങ്ങളിവിടെ ഹാളിലിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് വന്നു. അപ്പൊ ഈ സിംഗപ്പൂരിൽ ഏട്ടിങ്ങനെ ഒരു ഓഫർ ലെറ്റർ വന്നതാ. ഏട്ടിങ്ങനെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജോലിയുടെ കാര്യമായിട്ട്. അപ്പൊ ഒരു ഓഫർ ലെറ്റർ വന്നതിൽ ഇങ്ങനെ ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ ലെറ്റർ ആയിരുന്നു അത്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ജോലി കിട്ടി, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. കാരണം ഈ ഖത്തറിലെ ജോലി പോയപ്പോ നമ്മളുടെ ജീവിതം മൊത്തം മാറി മറിയണം അവിടെ. കാരണം പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം കുട്ടികൾക്കൊന്നും അറിയില്ല. അവരിതുവരെ ജീവിച്ചു വന്ന രീതി ഒരാളോട് പറയാൻ പറ്റില്ല, ഒരാൾ സഹായിക്കാനില്ല. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. എന്നിട്ട് അയാൾ ഓഫർ ലെറ്റർ വന്നു വെച്ചിട്ട് കാണിച്ചു. ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഏട്ടൻ എന്നെ കൈ പിടിച്ചിട്ട് മോളിക്ക് കൊണ്ടുപോയി. എന്നിട്ട് മോളത്തെ റൂമിൽ ആള് കയറുണ്ട് കുരുക്കിട്ട് വെച്ചിരിക്കുക. ഒരു മഞ്ഞ കയറത്ര വണ്ണുള്ളത് കുരുക്കിട്ട് വെച്ചിരിക്കും. എന്നിട്ട് പറയും ഞാൻ തൂങ്ങാൻ വേണ്ടി നിൽക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനങ്ങനെ ഷോക്കായി. ഞാൻ ചോദിച്ചു, എന്തായിട്ട് അങ്ങനെ എന്ത് പണി ചെയ്യാം? ഓക്കെ, ഇങ്ങനൊരു വ്യക്തിയാണ്. അതായത് ചുരുക്കി പറഞ്ഞ ആദ്യം അനക്കരത്തില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് വേണം കരുതാൻ അല്ലെ? മുമ്പ് ജോലി നഷ്ടപ്പെട്ട വേളയിൽ ആദ്യമേ പുള്ളിക്കാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഓഫർ ലെറ്റർ വരാൻ 1 മണിക്കൂർ വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ അങ്ങ് കയറി തൂങ്ങിയാനാ അല്ലെ? അങ്ങനെയെങ്കിൽ 4 വർഷം മുമ്പേ പുള്ളിക്കാരന്റെ കഥ കഴിയുമായിരുന്നു. പക്ഷെ സിംഗപ്പൂരിൽ നിന്നും വന്ന ആ ഓഫർ ലെറ്റർ
ഫേക്ക് ആയിരുന്നു കേട്ടോ. അതൊരു വ്യാജ ജോലി വാഗ്ദാനമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും കൂടിയും ആ വാഗ്ദാനം കൊണ്ട് പുള്ളിക്കാരന്റെ ജീവൻ തൽക്കാലം തിരിച്ചു കിട്ടി എന്നുള്ളതാണ് അല്ലെ. പിന്നീട് ഗൾഫിൽ ഒരു കെയർ ഓഫ് പോയി അച്ഛന് വീണ്ടും ജോലി കിട്ടി പോവുകയായിരുന്നു. അവിടെ ഡ്രൈവറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും കയറി തൂങ്ങുന്നത്. വല്ലാത്തൊരു മനുഷ്യന്മാര് അല്ലെ. എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ മനക്കെട്ടില്ലാത്ത മനുഷ്യന്മാർ ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്നുള്ളതാണ്. എന്തിനാണ് ഒരു കുടുംബത്തെ അനാഥാക്കുന്നത്? ഒന്നും വേണ്ട, ഈ കയറി തൂങ്ങുന്നതിന് മുമ്പേ തനിക്ക് 2 പെൺമക്കളാണെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇയാൾ ഈ പണി ചെയ്യുമായിരുന്നു? ഒരിക്കലും ഇല്ല. ശരിക്കും ഈ ആത്മഹത്യ ചെയ്യുന്നത് തന്നെ സ്വാർത്ഥന്മാരാണ്. താൻ തന്റെ ലോകം എന്ന് ചിന്തിക്കുന്നവരെ ഈ പണിക്ക് നിൽക്കത്തുള്ളൂ. തന്റെ കുടുംബത്തെക്കുറിച്ചും തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരെ കുറിച്ചും ചിന്തിക്കുന്ന ഒരു വ്യക്തിയും ഈ പണിക്ക് തുനിയില്ല എന്നുള്ളതാണ്. ശരിക്കും ഇങ്ങനെയുള്ള ഒരാൾക്ക് കുടുംബം ഉണ്ടാക്കാനുള്ള അർഹത തന്നെ ഇല്ല. എന്നിരുന്നാലും ഇതെല്ലാം കഴിഞ്ഞ് ഇവരെന്തുകൊണ്ട് അച്ഛന്റെ മരണശേഷം പ്രൊമോഷൻ വീഡിയോ ചെയ്തു എന്നുള്ള മറുപടി നൽകുന്നുണ്ട്. നമ്മൾ എന്നാൽ അങ്ങോട്ട് കണ്ടു നിർത്താം. കുറേ പ്രൊമോഷൻസ് അപ്രൂവ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഇത്രയും 16 ഡേയ്സ് ആയി ഇപ്പോ ഇതായിട്ട്. അപ്പൊ അത്രയും ദിവസം നമുക്ക് വേണ്ടി ഹോൾഡ് ചെയ്തു. അവരും ഇതേപോലെ ഒരു പ്രൊമോഷനും ബിസിനസ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളുടെ പോലുള്ള ബുദ്ധിമുട്ട് അവർക്കും ഉണ്ട്. അപ്പൊ അത് കാരണമാണ്. അപ്പൊ അന്ന് അത്രയും പ്രഷർ ഉണ്ടായിരുന്നു എനിക്കത് ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. പിന്നെ അത് ഇടാതിരിക്കായിരുന്നു. നിങ്ങളുടെ അച്ഛനല്ലേ മരിച്ച്, നിങ്ങളുടെ അച്ഛനല്ലേ അങ്ങനെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ആ അച്ചപ്പ ഇല്ല, ഞങ്ങളെ നോക്കാൻ ആ അച്ചപ്പ ഇല്ല. അപ്പൊ ഇനി മുന്നോട്ട് നമുക്ക് തന്നെ ചെയ്യണം. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ എന്തൊക്കെ ജോലിയാണ്, വേറെ എവിടെയെങ്കിലും ജോലിയാണ്, എത്ര ലീവ് തരും? ഐ മീൻ ഒരു കമന്റ് എന്തായിരുന്നു, 40 ദിവസം 41 ദിവസം വരെയെങ്കിലും നിൽക്കൊന്ന് ഇതാക്കിക്കൂടെ. ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ 41 ദിവസം നമ്മള് ജോലിക്ക് ഓക്കെ, അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മൾ എന്തൊരു ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ കൂടി പോയി 10 ദിവസം ലീവ് എടുക്കത്തുള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് ജോലിക്ക് കയറും അല്ലെ. കാരണം ആ വ്യക്തിയുടെ മരണശേഷം പിന്നീട് നമുക്ക് ജീവിക്കണം. അതേപോലെ തന്നെയാണ് ഇവർക്ക് വ്ലോഗിങ്ങും. ഇവർക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ വരുമാനം വേണം. ഇവർക്ക് വരുമാനം മെയിൻ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് പ്രൊമോഷൻ വീഡിയോസിലൂടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കമ്പനി പറഞ്ഞ കാരണമനുസരിച്ച് ഇവർക്ക് പ്രൊമോഷൻ വീഡിയോ ചെയ്തേ ഒക്കത്തുള്ളൂ. എന്തായാലും നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോകാന്നുള്ളതാണ്. പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വരും എന്ന് കരുതി അതിനൊക്കെ ചെവി കോർക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ അതിനെ സമയം കാണത്തുള്ളൂ. പ്രത്യേകിച്ച് അച്ഛൻ മരിച്ച വേളയിൽ ഇനി അങ്ങോട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരും. അതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. എന്തായാലും അച്ഛൻ മരിച്ചു അല്ലേ, കുടുംബം ഒറ്റയ്ക്ക് ബാക്കിയായി. ഇനി അങ്ങോട്ട് ഇവരെ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കണം. അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ ഭയങ്കര സങ്കടം തോന്നുന്നു. എന്തായാലും എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.